Hello friends, Assalamu alaikum. Welcome to Sebila's Diary. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രിഞ്ചാൽ ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അധികം മെനക്കേടൊന്നും ഇല്ലാത്ത റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ബ്രിഞ്ചലാണ്. കുറച്ച് മൂത്തിട്ടുള്ള ഒരു ബ്രിഞ്ചലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അധികം തിന്നല്ല എന്ന തിക്കല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഒരു മീഡിയം സൈസിൽ. കാരണം അധികം തിക്കായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മളത് കഴിക്കുന്ന സമയത്ത് അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു കട്ടിയിലാണ് നിങ്ങളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ബ്രിഞ്ചൽ പീസസിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന പേസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന നോക്കാം. ആദ്യമായിട്ട് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം വെള്ളം ചേർക്കാൻ പാടില്ല. കാരണം അധികം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്രിഞ്ചൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾറെഡി ഉള്ള കുറച്ച് വാട്ടർ കണ്ടൻറ്റ് അതിലേക്ക് എന്തായാലും ഇറങ്ങും. അപ്പം എന്താണെങ്കിലും നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുള്ള പേസ്റ്റ് ആണെങ്കിൽ ഈ വെള്ളവും ആ വെള്ളവും കൂടി എല്ലാം കൂടി കുളമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അധികം വെള്ളം നിങ്ങൾ ആഡ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ഈ പേസ്റ്റ് റെഡി ആയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ബ്രിഞ്ചലിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റ് ഇത് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു 10-15 മിനിറ്റ് അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നല്ല ഫ്രൈ പാനിൽ ചൂടുള്ള എണ്ണയിലേക്ക് കുറച്ചും കറിവേപ്പില ഇട്ട് അതിലേക്കാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ബ്രിഞ്ചലിൻ്റെ പീസസ് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് നേരം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന ടൈം വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റുള്ള സാധനം നമ്മുടെ ചോറിൻ്റെ കൂടെ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നൊരു ഡിഷാണ്. കാരണം എനിക്ക് പേഴ്സണലി ബ്രിഞ്ചൽ അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിൾ ആയിരുന്നു. പക്ഷേ ഇതെപ്പോൾ ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കും. കാരണം ചോറിന് കൂടെ ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്ക് ഇഷ്ടമാവും. അധികം എരിവ് ചേർക്കാതിരുന്നാൽ മതി കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ മറ്റുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക. മാസ്സലാമ.